CPM 2 ഗവൺമെന്റ് കമ്മിറ്റിയിൽ അവർക്ക് വിശ്വസ്തൻ എന്ന നിലയിൽ നിയമിച്ച മുക്കം ഉമ്മർ ഫൈസി എന്ന സമസ്ത മുഷാവറയിലുള്ള ഒരു വ്യക്തി. അദ്ദേഹം അവസാനം പറഞ്ഞതെന്താ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും പൈതൃകം പറഞ്ഞ് സമസ്തയെ വരട്ടാൻ വരണ്ട. ഇത് ആരാ സമസ്തനെ വരട്ടാമെന്ന്? ബാഫി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും പൈതൃകം അംഗീകരിക്കാത്തവർക്ക് എങ്ങനെയാണ് സമസ്ത മുഷാവറയിലൊക്കെ ഇരിക്കാൻ കഴിയുക? ബാഫി തങ്ങളുടെയും പാണക്കാട് തങ്ങളുടെയും പൈതൃകത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ ആ മുഷാവറയിൽ നിന്ന് എഴുന്നേറ്റ് പോകണം, അല്ലെങ്കിൽ തൂക്കി പുറത്തിടാൻ തയ്യാറാകണം. അതല്ലേ വേണ്ടത്? രാഷ്ട്രീയ ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുക, വരട്ടുക, അതിന് സ്വന്തമായി യൂട്യൂബിൽ ചാനലിൽ പോയിട്ട് സംസാരിച്ചോളണം. മലപ്പുറം നടുവിലങ്ങാടിയിൽ നടന്ന മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ വെച്ചാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷാഫി ചാലിയം, സമസ്തയുടെ സെക്രട്ടറിയും ഒപ്പം തന്നെ കേന്ദ്ര മുഷാവറ അംഗവുമായിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തിനെതിരെയും CPM-നെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടുള്ളത്. CPIM സമുദായ സംഘടനകളിൽ നുഴഞ്ഞു കയറുകയാണ്, സമസ്തയടക്കമുള്ള സാമുദായിക സംഘടനകളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ഈ ഉമർ ഫൈസി മുക്കത്തെ പോലുള്ളവരെ ഉപകരണമാക്കി മാറ്റുകയാണ് CPM എന്ന് ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം പാണക്കാട് പൈതൃക സമ്മേളനം നടന്നിരുന്നു. അത് സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ പൈതൃക സമ്മേളനം ലീഗ് അനുകൂല പക്ഷം നടത്തിയത്. അതിനെതിരെ ലീഗ് വിരുദ്ധർക്ക് ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, എതിർസ്വരങ്ങളുണ്ടായിരുന്നു. ഇതിനെ വിമർശിച്ചുകൊണ്ട് രൂക്ഷമായ ഭാഷയിലാണ് ഉമർ ഫൈസി മുക്കം പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ച് ഈ ബാഫയ്ക്ക് തങ്ങളെയും പാണക്കാട് പൂക്കോയ തങ്ങളുടെയും പാരമ്പര്യം കാട്ടി ആരും സമസ്തയെ വിരട്ടാൻ വരണ്ട എന്ന തരത്തിലായിരുന്നു ഉമർ ഫൈസി മുക്കത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സമസ്ത തന്നെ ഉമർ ഫൈസി മുക്കത്തെ ശാസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാണക്കാട് തങ്ങന്മാരും ഒപ്പം തന്നെ പാണക്കാട് കുടുംബവും സമസ്തയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കുന്ന വിധത്തിൽ ഉമർ ഫൈസി മുക്കത്തിൻ്റെ പ്രസ്താവനകൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നതിൽ സമസ്ത നേതൃത്വം ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും അടക്കമുള്ള സമസ്ത നേതൃത്വം ഉമർ ഫൈസി മുക്കത്തെ ശാസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി മലപ്പുറം നടുവിലങ്ങാടിയിൽ നടന്ന മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിം അതിരൂക്ഷമായ ഭാഷയിൽ ഉമർ ഫൈസി മുക്കത്തെ വിമർശിച്ചത്. ബാഫയ്ക്ക് തങ്ങളുടെയും ഒപ്പം തന്നെ ഈ പൂക്കോയ തങ്ങളുടെയും പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ഉമർ ഫൈസി മുക്കം മുഷാവറയിൽ ഇരിക്കാൻ, അവിടെ നിന്ന് മുഷാവറയിൽ നിന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ തൂക്കി പുറത്തിടണം എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. ഒപ്പം തന്നെ CPM-നെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ഉമർ ഫൈസി മുക്കത്തിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നിലെല്ലാം തന്നെ CPM-ൻ്റെ കരങ്ങളാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് രാഷ്ട്രീയപരമായി ഈ ഷാഫി ചാലിയം ഉന്നയിച്ചത്. ഈ ഒരു സംഭവം സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനം നടക്കാനിരിക്കുന്നു. മാത്രമല്ല ഈ ബാഫയ്ക്ക് തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങളുടെ അമ്മാവനാണ് ഈ സമസ്തയ്ക്ക് രൂപം നൽകിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിൽപ്പെട്ട ഒരാളെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ ഉമർ ഫൈസി മുക്കം ഉപയോഗിച്ചത് എന്നുള്ളതാണ് സമസ്തയിലെ ലീഗ് അനുകൂല പക്ഷവും പ്രത്യേകിച്ച് ഷാഫി ചാലിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടുള്ളത്. ഈ പ്രസംഗം ഇനിയിപ്പോൾ ഒരു വലിയ തുടർ ചർച്ചകൾക്ക് ഇടയാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനെതിരെ ഒരുപക്ഷെ സമസ്തയിലെ ലീഗ് വിരുദ്ധർ രംഗത്ത് വരുമോ എന്നുള്ളതെല്ലാം തന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.